എന്നെ ആരും എന്താ മനസ്സിലാക്കാത്തെ? നീ എന്തായി കാണിക്കുന്നേ? ഇനി എനിക്കൊരു കുഞ്ഞിനെ വേണ്ട. ഞാൻ കാരണമാണ് നമ്മുടെ കുഞ്ഞു പോയത്. ഇനി ഒരിക്കൽ കൂടി ഇനി സംഭവിച്ച നീ ഇങ്ങനെ പ്രാന്ത് കാണിക്കാതെ. സുനിൽ തൊടരുത്. ഞാൻ എന്റെ കുഞ്ഞിനോട് ചെയ്ത തെറ്റ് കാരണമാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്. എനിക്കിനി വയ്യ. കോൺഗ്രാറ്റ്സ് ഡി, നീ പ്രഗ്നന്റ് ആയത് കൊള്ളാം. എനിക്കൊരു കൂട്ടായല്ലോ. എന്നാടി സ്കാനിങ് പറഞ്ഞേക്കുന്നത്? അത് നെക്സ്റ്റ് മന്ത് അടി. ഓ, എനിക്ക് നാളെയാ. എടി ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആട്ടോ. നമ്മുടെ രണ്ടുപേരുടെയും കുഞ്ഞ് മാസങ്ങളുടെ വ്യത്യാസത്തിൽ ജനിക്കുന്നു, ഒരുമിച്ച് കളിച്ച് വളരുന്നു. എടി നമ്മളെപ്പോലെ തന്നെ അവരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവില്ലേ? പിന്നല്ലാതെ. എടി പിന്നെ സുനിലിൻ്റെ അടുത്ത് പറയണേ, ക്രിക്കറ്റ് കളിയൊക്കെ നിർത്തിയിട്ട് നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ബെസ്റ്റ്, കേട്ട പോലെ തന്നെ. പിന്നെ നിന്റെ കാര്യങ്ങൾ സമയാസമയം ചെയ്തു തരാൻ നിന്റെ അമ്മായിമ്മ കൂടെ ഉണ്ടല്ലോ. എടി നിങ്ങൾ ഈ കാര്യം പേരൻസിനോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ലടി, അവരുടെ സമ്മതം ഇല്ലാതെ കല്യാണം കഴിച്ചതിൻ്റെ ദേഷ്യം അവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഹലോ, എന്താണ് രണ്ടുപേരും അമ്മമാരാവുന്നതിന്റെ ഭയങ്കര ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു. അതൊന്നുമല്ല, സുനിലിനെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാന്നുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ. ഇതൊക്കെ വേണോ? വേണം വേണം. പിന്നെ സുനിലെ, ഈ സ്വീറ്റ്സ് മാത്രം പോരാ കേട്ടോ. ഇതൊക്കെ വെറും സാമ്പിൾ അല്ലേ, പാർട്ടി ഇருக்கு. വാ, നമുക്ക് അടുത്ത വീട്ടിലേക്ക് സ്വീറ്റ്സ് കൊടുക്കണ്ടേ? എടി ഞാൻ പോവാണേ, സ്കാനിങ് ചെയ്തിട്ട് കാണാം കേട്ടോ. ദാ വരുന്നു. സർപ്രൈസ് ഇഷ്ടമായോ? മോളെ, മോക്കിപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. ഈ സമയത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണം. അതുകൊണ്ടല്ലേ ഞാൻ പഴയതെല്ലാം മറന്നിട്ട് ഓടി വന്നത്. എൻ്റെ പേരക്കുട്ടി ആളും പേരില്ലാതെ ജനിക്കാൻ പാടില്ലല്ലോ. അമ്മ ചായ എടുക്കട്ടെ? ഒന്നും വേണ്ട. അമ്മ ഒരു മിനിറ്റ്. എടി നീ എത്തിയോ? ദേ ഞാൻ വരുന്നു കേട്ടോ. സുനിലെ, ജെന്നിയുടെ വീട്ടിൽ ഞാൻ പോയിട്ട് കേട്ടെ. അമ്മ ഞാൻ ഇപ്പോൾ വരാം കേട്ടോ. മോളെ, ഈ സമയത്ത് പതുക്കെ വേണം നടക്കാൻ. ശരി. എടാ, നിനക്കിതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അമ്മ വാ. ജെന്നി, എടി സ്കാനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? എടി നമ്മൾ വിചാരിക്കുന്ന പോലെ ആദ്യത്തെ സ്കാൻ വയറ്റിലൊന്നും അല്ല കേട്ടാ. ഇച്ചിരി പെയിൻഫുൾ ആണ്. നീ അതുകൊണ്ട് പ്രിപ്പയർ ആയിരുന്നു. അതെ, സ്കാൻ ചെയ്യുമ്പോഴേ നമുക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുമോ? കാണിച്ചു തന്നില്ല, പക്ഷെ അവർ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തന്നു. അപ്പം തന്നെ നമ്മൾ ആ പെയിനൊക്കെ മറക്കൊണ്ടി. എടി പിന്നെ ഡോക്ടറുടെ അടുത്ത് ആദ്യം തന്നെ ചോദിക്കണേ, ബൈസ്റ്റാൻഡറിനെയും കൂടെ അകത്ത് കയറ്റാമോ? എന്നാൽ നിങ്ങൾക്ക് ഒരുമിച്ച് കേൾക്കാമല്ലോ. ആ അത് ശരിയാ. ഒരു സാധനം കാണിച്ചു തരട്ടെ? അയ്യോ, ചോട്ടുസംഗം വലുതായല്ലേ. നമുക്കേ ഇത് ഫ്രെയിം ചെയ്ത് വെക്കണം കേട്ടോ. ശരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ. എന്റെ കുഞ്ഞിന്റെ കടിച്ചില കേട്ടു. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല 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 ഒന്നുമില്ല. ഏയ് പിന്നെയാ മാക്സ്. പേടിച്ചു പോയി. എന്താ പറ്റി? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അതെ, ഇത് പിടിച്ചേ. ഇതെന്തോ? ഇതോടെ പിടിച്ചോ. ഞാൻ ഈ പേപ്പറിൽ ഒരു സാധനം സുനിലിന്റെ പുറകിൽ വെച്ച് എഴുതും. അത് സുനിൽ ഈ പേപ്പറിൽ എഴുതണം. ഇനി ഞാൻ ഒന്നാമതായി ടയർഡാ. ചുമ്മാ പിള്ളേർ കളിക്കാം. പ്ലീസ് 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 എഴുതണം. കഴിഞ്ഞോ? നില്ല്. ആ കഴിഞ്ഞു. ഓക്കെ, എന്താ കാണിച്ചേ? അല്ലേ? അയ്യേ, താങ്ക് യുനാ.
അതൊന്നും അല്ല. ദേ, ഇത് നോക്ക്. പിന്നെ ഇതിവിടെ. നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കഞ്ഞിയാണ്. കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ. അപ്പോഴേ കൊച്ചിന് വേണ്ടി ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ? കൊച്ചിനും അമ്മയ്ക്കും വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. ഇനി ഡയറ്റൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഭയങ്കര ആർട്ടിസ്റ്റിക് ആണല്ലോ. അതെ, കൊച്ചിനും എന്നെ പോലെ കുറച്ച് കലാവാസന ഇരിക്കട്ടെ. സബാഷ്. തൽക്കാലം ഇതൊക്കെ അങ്ങോട്ട് നീക്കി വച്ചിട്ട് ചേച്ചി കഞ്ഞി കുടിക്കണം. എന്നിട്ട് ബാക്കി കലാവാസനയൊക്കെ ചെയ്യും. ഓക്കെ? ആ അമ്മേ, അമ്മയ്ക്കും കൂടെ കോഫി എടുക്കട്ടെ? മോള് കാഫിയാണോ കുടിക്കണേ? ഗർഭിണികൾ കാഫി കുടിക്കാൻ പാടില്ല. അയ്യോ അമ്മ, രാവിലെ കോഫി കുടിച്ചില്ല, എനിക്ക് തലവേദന എടുക്കും. എന്നാ ഇനി തൊട്ട് അത് വേണ്ട. കൊച്ചിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാനേ എനിക്ക് വയ്യ. വിനയ, നീ ഇതുവരെ റെഡി ആയില്ലേ? അയ്യോ സുനിലെ, എനിക്കൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഊബറിലോ ഓട്ടോയിലോ അങ്ങ് വന്നോളാം. ആട്ടോയിലോ? നന്നായിരിക്കണം. ഇവിടുത്തെ റോഡിൽ കുഴിയിൽ വീഴാനെന്നോ അവനാണെങ്കിൽ നോക്കിയും കണ്ടു പിടിച്ചോണ്ട് പോവും. അതുകൊണ്ട് മോൾ അവൻ്റെ കൂടെ പോകാൻ നോക്ക്. അമ്മ, അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷനോ? അതൊന്നും പറയണ്ട, മോൾ അവൻ്റെ കൂടെ പോയാൽ മതി. എന്ത് പറയാനാ ചേച്ചി, ജനനിക്കാണെങ്കിൽ ഇപ്പോൾ വന്ന് എന്നും ഛർദില്ല. എന്നാ ആൺകുട്ടിയായിരിക്കും. ആണായാലും പെണ്ണായാലും ഒരു കുഴപ്പവുമില്ല. ഒന്നാമത് അവർ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു കൊച്ചിന് വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കൂടി അവക്കാണെങ്കിൽ PCOD ഉണ്ടായിരുന്നു, അവനാണെങ്കിൽ കൗണ്ട് കുറവും. അങ്ങനെ 2 പേരും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയായിരുന്നു. എല്ലാം ഒന്ന് ഓക്കെ ആവണതുവരെ നമുക്കാണ് ടെൻഷൻ. ഞാൻ അതുകൊണ്ടല്ലേ അവളുടെ അടുത്ത് ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. ഇതാകുമ്പോൾ നമുക്കിതെല്ലാം നമുക്ക് നടത്താമല്ലോ. വിനയ്ക്കാണെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞ പെണ്ണുങ്ങൾ 25 വയസ്സിൽ പ്രസവിക്കണം. അതാണ് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ജോലിയല്ലേ മെയിൻ. കറക്റ്റ് ചേച്ചി. അമ്മ, ചേച്ചി അവൾ വിളിക്കണേ, പിന്നെ കാണാം. ബൈ. മക്കളെ, മോളെ കഴിക്കാൻ എടുക്കട്ടെ? ഓ വേണ്ടമ്മ, അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. അമ്മ കഴിച്ചിട്ട് കിടന്നോ? നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ സമയത്ത് വീട്ടിലുള്ള ഫുഡ് മാത്രമേ കഴിക്കാവൂന്ന് അറിഞ്ഞൂടെ? ഫുഡ് പോയ്സൺ വല്ലതും വന്ന് 2 എണ്ണത്തിനും ഒരു ഉത്തരവാദിത്വം ഇല്ലാതായി. അതൊക്കെ പോട്ട്. മോളെ എന്തുകൊണ്ടാണ് ലീവ് എടുക്കുന്നേ? അമ്മ, ഒരു 4 മാസത്തേക്ക് എന്തായാലും എനിക്ക് ഓഫീസിൽ പോകണം. ഞാൻ വർക്ക് ഫ്രം ഹോം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസവിക്കണവരെ ജോലിക്ക് പോകാൻ പോണ? അത് എവിടത്തെ ഏർപ്പാട്? അയ്യോ, അത് അമ്മയ്ക്ക് അറിവില്ലാത്തതുകൊണ്ടാ. ഇവിടെ IT കമ്പനിയുള്ള എല്ലാവരും ഡെലിവറി അടുക്കുന്നവരെ ജോലിക്ക് വരും. അതാകുമ്പോൾ മെറ്റേണിറ്റി ലീവ് എടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തൂടെ? അതൊക്കെ പറയാൻ നീ പ്രസവിച്ചിട്ടുണ്ടാടാ? ഇല്ലല്ല. അതുകൊണ്ട് ഞാൻ പറയണത് അങ്ങ് കേട്ടാ മതി. നീ അപ്പുറത്തെ കൊച്ചിനെ പോലെ ലീവ് എടുക്ക്, ഞാൻ നോക്കിക്കൊള്ളാം. അതിലല്ലേ ഞാൻ വന്നത്. അമ്മ, എനിക്ക് എന്തായാലും ഇപ്പം ലീവ് എടുക്കാൻ പറ്റത്തില്ലമ്മ. എന്നാ മോൾ ഒരു കാര്യം ചെയ്യും, ജോലി റിസൈൻ ചെയ്യും. കൊച്ചിന് 2 വയസ്സാകുമ്പോൾ തിരിച്ച് ജോലിക്ക് കയറാം. അതൊക്കെ നമുക്ക് നോക്കാം അമ്മ. ഒന്നാതെ ടയർഡാണ്, ഒന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. സുനിലെ, എന്ത് പറ്റി? വയറ് നല്ല വേദന, ബ്ലീഡിങ്ങും ഉണ്ട്. ഈ ടെൻഷൻ അടിക്കാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നമുക്ക് എന്തിനാ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ശ്രദ്ധിക്കണം. കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ 2 പേർക്ക് സമാധാനമായില്ല. ഓരോരുത്തർ 4-5 കൊല്ലം ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രഗ്നൻ്റ് ആകുമ്പോൾ ആ കൊച്ചു കയ്യിൽ കിട്ടുന്നവരെ എന്തുമാത്രം ശ്രദ്ധിക്കുമെന്നറിയോ? നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടേ അതിൻ്റെ വില അറിയില്ല. അമ്മ, അതിനെ ഞങ്ങൾ എന്ത് ചെയ്തെന്നാണ്? നിങ്ങൾ ഒന്നും ചെയ്തില്ല. അന്ന് ഞാൻ പറയണ പോലെ കേട്ടിരുന്നെങ്കിലേ എൻ്റെ പേരക്കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. നീ ഉണ്ടല്ലോ, ഇനിയും അവളെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് 2 പേരും ഇരുന്ന് കരഞ്ഞോ? അല്ലാതെ ഞാൻ എന്തോ പറയാൻ. മക്കളെ, പാല് കുടിച്ചിട്ട്. അമ്മ,
എനിക്ക് ഭയങ്കര ബോറടിക്കുന്നു. ഞാൻ പുറത്തിറങ്ങി നടക്കട്ടെ? മക്കൾ മുറ്റത്തിറങ്ങി നടക്ക്. പിന്നെ ആ സുനിലിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകണ്ട. അതെന്തമ്മ? മക്കളെ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണെന്ന് എനിക്കറിയാം. അവരെ കുഞ്ഞിങ്ങനെ പോയിരിക്കുന്ന സമയത്തെ മക്കളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിഷമം കൂടെ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവളുടെ അടുത്ത് മിണ്ടിയിട്ട് തന്നെ ഒരുപാട് ദിവസമായി. എനിക്ക് അവളുടെ അടുത്ത് എന്ത് പറയണമെന്ന് പോലും അറിഞ്ഞൂടാ. പാവം, ആ കൊച്ചിന് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. അപ്പോൾ അവിടെ ഇന്നും ഓഫീസിൽ പോണില്ലേ? ഇല്ലമ്മ, അവിടെ നോക്കിയാണ് ഒരു 2 ആഴ്ച മുന്നേ ലീവ് എടുക്കാൻ പറഞ്ഞു. ആവശ്യമുള്ളപ്പോൾ ലീവ് എടുക്കാതെ ഇപ്പം ലീവ് എടുത്തിട്ട് എന്തൊരു കാര്യം? അമ്മ ഇങ്ങനെ ഓരോന്ന് ആവശ്യമില്ലാത്ത പറയല്ലേ. ഒന്നാമത് അവൾ വട്ടുപിടിച്ചിരിക്കേ. ഇപ്പം ഞാൻ പറയണതാണ് കുറ്റം. ഏതായാലും നടന്ന് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അടുത്ത എന്താണ് ചെയ്യേണ്ടത് നോക്ക്. 2 പേർക്ക് പ്രായം കൂടി വരികയാണേ. നീ എങ്ങോട്ട് പോടും? അമ്മ, ഇന്ന് ജെന്നിയുടെ വളകാപ്പല്ലേ, ഞാനൊന്ന് പോയിട്ട് വരാം. എന്തിന്? ആൾക്കാരെ കൊണ്ട് അത് ഇത് പറയിപ്പിക്കാനാ? അതല്ലമ്മ, അവൾ വിളിച്ചിട്ട് പോകാണ്ടിരുന്ന അത് മോശമാവത്തില്ലേ? അവളും കൂടെ വരട്ടമ്മ. ആൾക്കാരൊക്കെ കാണുമ്പോൾ അവളുടെ മനസ്സൊന്ന് റിലാക്സ് ആവും. ആൾക്കാരെ പറ്റി നിനക്ക് അറിഞ്ഞൂടാ. ഇവള് ഇന്ന് പോയിട്ട് നാളെ ആ കൊച്ചിന് എന്തെങ്കിലും വന്നാലേ ഇവള് കണ്ണ് വെച്ചതെന്നേ പറയുള്ളൂ. അവര് വിളിച്ചത് നമ്മൾ അയലൊക്കെ എന്നുള്ള മര്യാദയ്ക്കാണ്. ഇവള് വന്നാൽ ചിലപ്പോൾ ജനനിക്ക് പോലും ഇഷ്ടപ്പെടില്ല. നീ ഏതായാലും ഇറങ്ങിയില്ലേ, വാ നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല അമ്മ. ചിലപ്പോൾ ഞാനും കൂടെ കണ്ണു വെച്ചാലോ. ചുമ്മാ എന്തിനല്ലേ? പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ പോണു. ഇവളുടെ കൂടെ പ്രഗ്നൻ്റായ കൊച്ചിനെ ഇപ്പോൾ വളകാപ്പായി. ഡോക്ടർ നിങ്ങളുടെ അടുത്ത് 3 മാസം കഴിഞ്ഞ് നോക്കാൻ പറഞ്ഞതല്ലേ. നിങ്ങളിങ്ങനെ ഉഷാറില്ലാതെ നടന്നോ? എത്ര പേരെ കഴിക്കാൻ വിളിക്കുന്നു? എന്ത് ചെയ്താ ഇവിടെ? ആ സുനിലെ, ഈ കോഫിയിലെ കഫീൻ കണ്ടന്റില്ലേ, അത് കുട്ടികൾക്ക് നല്ലതല്ല. അതായിരിക്കും നമ്മുടെ കുഞ്ഞിന്. പിന്നെ നീ ഇങ്ങനെ ഓരോ ദിവസം ഓരോ നോയിക്കൊണ്ടിരുന്ന നടന്നൊന്നും മാറാൻ പോകുന്നില്ല. നീ ആദ്യം റിയാലിറ്റി ഒന്ന് അക്സെപ്റ്റ് ചെയ്യ്. എന്നാലും കാര്യം എന്താണെന്ന് അറിയണ്ടേ? ചിലപ്പോൾ ഓട്ടോയിൽ പോയതായിരിക്കോ? അല്ലല്ല, ജോബ് സ്ട്രെസ്സും ഉണ്ടായിരിക്കും. ഞാൻ ആരും പറഞ്ഞാൽ അനുസരിച്ച് പോലുമില്ല. അന്ന് ഞാൻ ജോബ് അങ്ങ് റിസൈൻ ചെയ്താൽ മതിയായിരുന്നല്ലേ? എനിക്ക് തന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ് വിനയ. നീ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ട് നിന്റെ ഹെൽത്ത് സ്പോയിൽ ആവുന്നല്ലാതെ ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെ ആയി വന്നത്. പ്ലീസ്, നീയും കൂടി ഇതിന്നൊന്ന് പുറത്തു വാ. ഇല്ല സുനിലെ, ഇത് സ്ട്രെസ്സായിരിക്കും. സ്ട്രെസ്സ് കൊണ്ടാണ്. വിനയ, നീ എപ്പോഴും ഇങ്ങനെ ഇരിക്കാതെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 6 മാസമായില്ലേ. ഡോക്ടറും പറഞ്ഞല്ലോ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാമെന്ന്. എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്താ നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടെന്നാണോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ശ്രദ്ധിക്കണം. കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ 2 പേർക്ക് സമാധാനമായില്ല. ഈ കൊച്ചിനെ കിട്ടുന്നതൊക്കെ ഒരു ഭാഗ്യവാ. അതുപോലും നോക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെന്തുവാ? എന്തായാലും പോയത് പോയി. അടുത്തതെങ്കിലും വേഗം ഉണ്ടാക്കാൻ നോക്കാം. ട്രൈ ചെയ്യും. പിന്നെ നമുക്ക് എന്തായാലും ഒന്നുകൂടെ ട്രൈ ചെയ്യാം. സുനിൽ, ഞാൻ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? എന്നെ ആരും എന്താ മനസ്സിലാക്കാത്തെ? ഇനി എനിക്കൊരു കുഞ്ഞിനെ വേണ്ട. ഞാൻ കാരണമാണ് നമ്മുടെ കുഞ്ഞു പോയത്. ഇനി ഒരിക്കൽ കൂടി ഇനി സംഭവിച്ച നീ ഇങ്ങനെ പ്രാന്ത് കാണിക്കാതെ. സുനിൽ, എന്നെ തൊടരുത്. ഞാൻ എന്റെ കുഞ്ഞിനോട് ചെയ്ത തെറ്റ് കാരണമാണ് ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നത്. എനിക്കിനി വയ്യ. വിനയ, എനിക്ക് തൻ്റെ വിഷമം മനസ്സിലാവും. താനാദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ ഒരു നല്ല അമ്മയല്ല ഡോക്ടർ.
എൻ്റെ വയറ്റിൽ വന്നുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വന്ന് വന്ന് എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. ഞാൻ ഏതായാലും അവരുടെ തോന്നിയാസത്തിന് വിടാൻ തയ്യാറില്ല. ഇതാ അവർ വന്നെന്ന് തോന്നേ, ഞാൻ പിന്നെ വിളിക്കാവേ. മക്കളെ, ഞാൻ ഇന്ന് നമ്മുടെ ജോത്സ്യനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിന് തീരെ മോശം സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇനി ഞാൻ പറയണത് രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇതാ ഈ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചാൽ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുമെന്നാണ് ജോസ്യം പറഞ്ഞിരിക്കുന്നത്. നീ എന്തുകൂടെ കാണിക്കണേ? പണ്ട് ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന്റെ കർമ്മഫലമാണ് നീ ഇത് അനുഭവിക്കണേ. അമ്മ ഒന്ന് നിർത്തോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. വിനയ, തനിക്ക് മിസ്കാരേജ് ആയത് തൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല. പിന്നെ എങ്ങനെ ഡോക്ടർ? അതിനു മുന്നേ വിനയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങളിൽ നടക്കുന്ന 70% മിസ്കാരേജും സംഭവിക്കുന്നത് കുട്ടിയുടെ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കാരണം. വിനയുടെ ബോഡി വിനയെ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. കുഞ്ഞ് നഷ്ടമാവുന്നത് അതെങ്ങനെയാണ് ഡോക്ടർ സംരക്ഷണമാവുന്നത്? സംരക്ഷണം തന്നെയാണ്. ആ കുഞ്ഞ് ജനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോ ശാരീരിക മാനസിക വൈകല്യങ്ങളോ ഉണ്ടാകുമായിരുന്നു. വിനയ, തൻ്റെ ഗർഭപാത്രം വളരെ ഹെൽത്തിയാണ്. അത് അങ്ങേറ്റം ബുദ്ധിപരമായാണ് ഇപ്പോൾ പ്രവർത്തിച്ചത്. ആ കുഞ്ഞിനെ ഹെൽത്തി ആയിട്ട് വളരാൻ കഴിയില്ലെന്ന് വിനയുടെ ബോഡി തന്നെ മനസ്സിലാക്കി പ്രകൃതിയും വിനയുടെ ബോഡിയും എടുത്ത ശക്തമായ തീരുമാനമാണ് ഈ മിസ്കാരേജ്. അത് മാത്രമല്ല വിനയ, ആ ഗർഭം തുടർന്നിരുന്നെങ്കിൽ തൻ്റെ ജീവൻ തന്നെ അത് ഭീഷണിയായേനെ. അപ്പൊ ഇതൊന്നും മോളുടെ കുറ്റം കൊണ്ടല്ലേ? ഒരിക്കലും അല്ലമ്മ. ജോത്സ്യം പറഞ്ഞ പോലെ ഇതൊരു ശാപവുമല്ല. ഒരു തരത്തിൽ പറഞ്ഞ ഇതൊരു അനുഗ്രഹമാണ്. നാളെ കുഞ്ഞ് ജനിച്ച് ജീവിതകാലം മുഴുവൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റൂ? ഇതൊന്നും അറിയാതെ ഇവള് ഇത്രയും കാലം ഇവളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടാത്തോണ്ട കുഞ്ഞു പോയ വിഷമത്തിലും ആ ദേഷ്യത്തിലും മോളത് ഞാൻ ഒരുപാട് മോശമായിട്ട് പെരുമാറി. എന്നോട് ക്ഷമിക്കും മക്കളെ. സാരമില്ല. നമ്മുടെ നാട്ടിലൊരു മിസ്കാരേജ് സംഭവിച്ചാൽ അതൊരു വലിയ അപശകുനമായിട്ടോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മാത്രം കുറ്റമായിട്ടോ ആണ് പലരും കാണുന്നത്. നീ ശ്രദ്ധിക്കാത്തതുകൊണ്ട്, നീ അഹങ്കാരം കാണിച്ച് ജോലിക്ക് പോയതുകൊണ്ടാന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ പറഞ്ഞ് ഒടുവിൽ അവൾ തന്നെ വിശ്വസിക്കും താൻ കാരണമാണ് തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന്. ഈ ഒരു കുറ്റബോധത്തിലൂടെ ജീവിതത്തിൽ ഒരു സ്ത്രീയും കടന്നു പോകാതിരിക്കാനാണ് ഈ ഒരു വീഡിയോ. മിസ്കാരേജിനെ നെഗറ്റീവായി മാത്രം കാണുന്ന ഈ സമൂഹം അതിനെ വെറുമൊരു ശാപമായി കാണാതെ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ഈ പ്രകൃതി ഒരുക്കിയ ഒരു കാവലായിട്ട് കാണുക. പിന്നെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ വരുന്നവരോടൊരു കാര്യം, സാരമില്ല, പോയത് പോയി, ഇനി അടുത്തതിന് വേണ്ടി ഉടനെ ശ്രമിക്കാമല്ലോ എന്ന് ദയവ് ഇത് നിസ്സാരമായി പറയാതിരിക്കും. അവർക്ക് നഷ്ടമായി പോയത് ഒരു ഗർഭമല്ല, അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. സോ അവർ വീണ്ടും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ഇമോഷണലി റെഡിയാകുന്നവരെ ദയവ് ചെയ്ത് അവരെ നിർബന്ധിക്കാതിരിക്കും. ഈ ഒരു ഫേസിൽ അവരെ കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന പല ചിന്താഗതികളെയും മാറ്റാൻ ഇത്തരം വീഡിയോ സഹായിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന